പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, സാത്താൻ നമ്മുടെ മക്കളെ കുരുക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളാൽ ഇന്ന് നിറയപ്പെട്ടിരിക്കുന്ന ഒരു ലോകമാണ് ഇന്നത്തെ ലോകം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അവന്റെ പ്രവൃത്തികളാൽ നിറയപ്പെട്ട മാധ്യമങ്ങള്, സിനിമകള്, മീഡിയകള്, സംസ്കാരം, കൂട്ടുകെട്ട്, ഇതെല്ലാം ആ ഒരു രീതിയിലാണ് നമ്മുടെ മക്കളെ സ്വാധീനിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന വലിയൊരു മേഖല, നമ്മുടെ മക്കളെ സാത്താൻ കുരുക്കി നശിപ്പിച്ചു കളയുന്നൊരു മേഖലയാണ് പ്രേമക്കുരുക്ക്. ഇന്ന് അനേക മക്കള് കുഞ്ഞുനാളിലെ തന്നെ 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോഴേക്കും പ്രേമത്തിന്റെ കുരുക്കി ചെന്നപ്പെടും. ഉത്തമഗീതത്തിൽ പറയുന്നുണ്ട്, പ്രായമാകുന്നതിന് മുമ്പേ പ്രേമത്തെ ഉണർത്തരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും സമയമുണ്ട്. ആ സമയത്ത് എല്ലാം നടക്കണം. ഇത് ചെറുപ്രായത്തില് പഠിക്കേണ്ട സമയത്ത് മക്കൾ പഠിക്കാതെ ഈ വക പ്രേമക്കുരുക്കി ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിന്റെ ശ്രദ്ധ അതിലേക്ക് പോകും. മാത്രമല്ല, ഈ കൊച്ചിന്റെ സംസാരം, അതിന്റെ ഹോർമോണുകള്, ആസക്തികള് വേണ്ടാത്ത സമയത്ത് ഉണരാൻ തുടങ്ങും. പിന്നെ അതിലേക്ക് പോകുന്ന അവസ്ഥയിൽ ആ കുഞ്ഞിന്റെ ഭാവി, സ്വഭാവം, പഠനം, വികാരങ്ങള്, ആസക്തികള് അതെല്ലാത്തിനും സ്വാധീനിക്കും. പ്രാർത്ഥനയെ, പഠനത്തെ, കുടുംബ ബന്ധത്തെ എല്ലാം ഒത്തിരിയേറെ സ്വാധീനിച്ച് നശിപ്പിച്ചു കളയുന്ന രീതിയിൽ ഒത്തിരി അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ പേരിൽ ഒരു മെച്ചൂരിറ്റി ഇല്ല, അതിന് കാട്ടിക്കൂടുന്ന കോപ്രായങ്ങള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കാലഘട്ടത്തില് അനേകം അനുഭവങ്ങൾ. 7ൽ പഠിക്കുന്ന പെങ്കൊച്ച് +2 പഠിക്കുന്ന ചെറുക്കനെ വീട്ടിൽ കൊണ്ടുവരിക, മുറി കയറുക, പാപം ചെയ്യുക, അങ്ങനെ ഒത്തിരി ഇത് ഒന്നൊന്നുമില്ല, അനേക സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അതിൽ കുരുക്കി നമ്മുടെ മക്കളുടെ ഭാവി ജീവിതത്തെ, പഠനത്തെ, സ്വഭാവത്തെ, പ്രാർത്ഥനയെ, ആത്മീയതയെ എല്ലാം തകർത്തെറിയുന്ന വലിയൊരു മേഖലയാണ് പ്രേമക്കുരുക്കിന്റെ മേഖല. ഇന്ന് ഒരു പ്രേമമില്ലെങ്കിൽ എന്തോ കുറവ് പോലെയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പിന്നെ വേറൊന്നുണ്ട്. ഈ ഒരു പോക്കില് 6ാം ക്ലാസ്സിൽ ഒരുത്തൻ, 7ല് വേറൊരുത്തൻ, 10ല് വേറൊരുത്തൻ, അങ്ങനെ പലരുമായിട്ട് ഇങ്ങനെ സ്നേഹം പങ്കുവെച്ച് പിന്നീട് ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ആ കുഞ്ഞിന്റെ പ്രേമത്തിന്റെ, സ്നേഹത്തിന്റെ, വിശുദ്ധിയുടെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. ദൈവം തരുന്ന ഒരാളുണ്ട്. ആ ദൈവം തരുന്ന ആളുമായിട്ടുള്ള ഒരു പങ്കുവെക്കൽ, ആ ഒരു സ്നേഹം അവിടെ പങ്കുവെക്കാൻ പാടുള്ളൂ. പക്ഷെ ഇത് പറയുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പ്രേമത്തിലേക്കും പിന്നീട് ജഡിക പാപത്തിലേക്കും വ്യഭിചാരത്തിലേക്കും അശുദ്ധിയിലേക്കും മെച്ചമായ സംസാരത്തിലേക്കും കാഴ്ചകളിലേക്കും ഒക്കെ നയിക്കുന്ന രീതിയിലേക്ക് അങ്ങോട്ട് പോകും. ഗലാത്യർ 3:3 പറഞ്ഞ പോലെ ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥ, ശാരീരികമായ അവസ്ഥയില്, ജഡികമായ പാപത്തില് അവസാനിപ്പിക്കപ്പെടുന്ന ബന്ധങ്ങളാണ് എല്ലാ പ്രേമബന്ധങ്ങളും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതിൽ നശിച്ചു പോയ അനേക മക്കളെ കാണാനും കേൾക്കാനും ഇടയായി. പിന്നീട് ഇവരെ കുറെ കഴിഞ്ഞൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്നേഹത്തിന്റെ ആരോ പറഞ്ഞ പോലെ സ്നേഹം ഇങ്ങനെ കുട്ടിവെച്ച് ആർക്കും കൊടുക്കാതെ കുട്ടിവെച്ച് വിവാഹ ജീവിതത്തില് ആ സ്നേഹം മുഴുവൻ പരസ്പരം പങ്കുവെക്കുമ്പോ ആ കുടുംബ ജീവിതത്തിന്, ആ വിവാഹ ജീവിതത്തിന് ഭയങ്കര പരിശുദ്ധിയുണ്ട്, അതിന് ഭയങ്കരമായ പുതുമയുണ്ട്, അതിന് വലിയ അഭിഷേകമുണ്ട്, അതിന് വലിയ ശക്തിയുണ്ട്, അവിടെ ദൈവികതയുണ്ട്, അവിടെ ദൈവത്തിന്റെ കൃപയുണ്ട്. അങ്ങനെ ആരംഭിക്കുന്ന കുടുംബ ജീവിതങ്ങൾ, വിവാഹ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഇത് അവർക്കും കൊടുത്തു. 7ാം ക്ലാസ്സിൽ കുറെ ഒരുത്തിന് കൊടുത്തു, 8ാം ക്ലാസ്സിൽ വേറെ ഒരുത്തിന് കൊടുത്തു സ്നേഹം, 10ല് വേറെ ഒരുത്തിന് കൊടുത്തു, ഡിഗ്രി പഠിച്ച് വേറെ ഒരുത്തിന് കൊടുത്തു, അങ്ങനെ പലർക്കും കൊടുത്ത് അവസാനം സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോ ഒരല്പം ഇങ്ങനെ ബാക്കിയുണ്ടാവും. അത് ഒരു പുതുമയില്ല. അങ്ങനെ പോയ ഒത്തിരിയേറെ കേസുകള് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സ്നേഹത്തിനും പ്രേമത്തിനും എല്ലാത്തിനും ഒരു സ്ഥലമുണ്ട്. അത് ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവം അനുവദിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ വ്യക്തിയോട്, ആ ബന്ധത്തില് ജീവിക്കേണ്ടതാണ്. അതിന് വിരുദ്ധമായിട്ട് ഇന്ന് ഇത് മീഡിയ, ഇൻസ്റ്റാഗ്രാം, സിനിമ,
ഇതിലൂടെ ഒക്കെ നമ്മുടെ മക്കളെ ഇങ്ങനെയുള്ള പ്രേമത്തിന്റെ കുരുക്കിൽ വീഴ്ത്താൻ വേണ്ടി സാത്താൻ അവന്റെ സ്വഭാവങ്ങള്, അവന്റെ സംസ്കാരം, അവന്റേതായ കാര്യങ്ങൾ അടിച്ച് ഏൽപ്പിച്ച് ഇന്ന് അതില്ലാതെ ജീവിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ മക്കളുടെ ഇടയിൽ അങ്ങനെ സംസ്കാരം തന്നെ പിശാച് ഉണ്ടാക്കി. പ്രേമ കുരുക്ക്, അതിൽപ്പെട്ട് ജീവിതം തന്നെ നശിച്ചു പോയ, പഠനം തന്നെ മുടങ്ങിപ്പോയ, അതിന്റെ പേരിൽ തേച്ചിട്ട് പോയി, ഡിപ്രഷൻ, ആത്മഹത്യ. എന്തിന്? ആർക്ക് വേണ്ടി? ഇങ്ങനെയൊക്കെ പോയ എത്രയോ മക്കൾ അവളെ പറഞ്ഞ തീരില്ല അനുഭവങ്ങൾ, സംഭവങ്ങളൊക്കെ. അതുകൊണ്ട് ഈ പ്രേമ കുരുക്ക് സാത്താന്റെ വലിയൊരു കെണിയാണ്. അതെല്ലാം തന്നെ പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും നയിക്കുന്നു. അതൊരിക്കലും വളർത്തില്ല, പഠനത്തിൽ വളർത്തില്ല, വിശുദ്ധിയിൽ വളർത്തില്ല, അത് വിശുദ്ധമായ സ്നേഹത്തിൽ വളർത്തില്ല, കുടുംബത്തെ വളർത്തില്ല, പ്രാർത്ഥനയിൽ വളർത്തില്ല, ഒന്നിലും വളർത്തില്ല. അത് നശിപ്പിക്കത്തേ ഉള്ളൂ. അത് സത്യമാണ്. അതുകൊണ്ട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കള് യഥാർത്ഥമായ സ്നേഹത്തിൽ വളരട്ടെ, യഥാർത്ഥമായ ചൈതന്യത്തിൽ ജീവിക്കട്ടെ. സമയമാകുമ്പോൾ എല്ലാം തരുന്ന ദൈവത്തിനു വേണ്ടി ആ ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കട്ടെ. അല്ലാണ്ട് പലരും കടന്നു വരും. ഇപ്പൊ ആദത്തെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ആദത്തിന് മൃഗങ്ങളൊക്കെ കടത്തിക്കൊണ്ടുവന്നു. അപ്പൊ ആദത്തിന് പറ്റിയ കൂട്ടുകാർ വന്നില്ല. അപ്പൊ അതിന് വന്നപ്പോ എന്താ ചെയ്ത, പേരിട്ട് വിട്ടെന്ന് പറയാ. ഓരോന്നിനും മൃഗങ്ങൾ വന്നു, അടുത്തൊന്ന് പേരിട്ട് വിട്ടു. ഇതുപോലെ ഈ നമ്മുടെ മക്കളടുത്തേക്ക് പലരും വരും, അവർക്കൊക്കെ പേരിട്ട് വിടുക. പക്ഷെ ദൈവം തരും. ദൈവം ഒരാളത്തൊന്നും, ആ ദൈവം തന്നെ കൊണ്ടുവന്ന്, ഹവ്വായ ദൈവം ആദത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയെന്നാ പറയാ. ആ നിർത്തലാണ് ദൈവം അനുവദിച്ച ബന്ധം. അവിടെയാണ് എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമായി തീരുന്ന ഒരു സ്നേഹത്തിലേക്ക്, ഒരു ഐക്യത്തിലേക്ക് വന്നത്. ദൈവം കൊണ്ടുവന്ന് തരും. അതുവരെ പലരും വരും, കാള വരും, പട്ടി വരും, കുരങ്ങ് വരും, പേരിട്ട് വിടുക. അവർക്ക് പേരിട്ട് വിടുക. ഫ്രണ്ട്സ് ആക്കരുത്. നമ്മുടെ പഠിക്കുന്ന മക്കള്, നമ്മുടെ ജീവിതത്തിലേക്ക് പലരും വരും. അവരൊക്കെ നിർത്തുക, പേരിട്ട് വിട്ടേക്കാൻ, കൂടെ കൂട്ടരുത്. അങ്ങനെ കൂട്ടിയ അനേക മക്കൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പ്രേമക്കുരുക്കിൽ വീണ്ടുപോയ മക്കളെ ഓർത്ത് നമുക്ക് തമ്പുരാണ് പ്രാർത്ഥിക്കാം തിരിച്ചു വരാൻ. ഇനി തിരിച്ചു വന്നാലും വേറൊരു അവസ്ഥയിലൊക്കെ ആയിരിക്കും നമ്മുടെ മക്കൾ വരുന്നത്. മുറിവുണക്കപ്പെടാൻ, വിശുദ്ധീകരിക്കപ്പെടാൻ, ശക്തീകരിക്കപ്പെടാൻ കർത്താവേ നിന്റെ കൃപ, നിന്റെ കരുണ മക്കളിലേക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ വളർന്നു വരുന്ന മക്കള് വേണ്ടാത്ത പ്രേമക്കുരുക്കിൽപ്പെട്ട് ജീവിതം പാഴാക്കാതെ, ഭാവി മുരടിപ്പിച്ച് കളയാതെ, പിശാചിന് പിടിപ്പെടുത്തി കൊടുക്കാതെ, വിശുദ്ധി നഷ്ടപ്പെടുത്താതെ യഥാർത്ഥമായ സ്നേഹത്തിൽ ജീവിച്ച് ആ സ്നേഹം പങ്കുവയ്ക്കാൻ ദൈവം തരുന്ന ഒരു ജീവിത പങ്കാളിയുണ്ട് ജീവിതാന്തസ്സിൽ. അതിനെ സ്വീകരിച്ച് ഒന്നായി ജീവിക്കാനുള്ള കൃപ, അഭിഷേകം നമ്മൾ മക്കളെ ഏൽപ്പിക്കണം. ഇത് കുടുംബ ജീവിതം തകരാനുള്ള കാരണം എന്താ? ഡൈവോഴ്സിന്റെ കാരണം എന്താ? ഭിന്നതയുടെ കാരണം എന്താ? ഒറ്റ കാരണമുള്ളൂ. ശരിക്കും പഠിച്ചോ, ഈ പ്രേമക്കുരുക്കിൽ ചെന്നപ്പെട്ട പിന്നീടുള്ള ബാക്കി വശങ്ങളാണ്. ഈ മക്കൾക്ക് സ്നേഹിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഒരു കുറ്റബോധം, അതിൻ്റെതായ നിരാശ, ഇതൊക്കെ സ്വാധീനിക്കുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. നമ്മൾ എത്രയോ മക്കളെ കാണുന്നു, എത്രയോ കുടുംബജീവിതങ്ങളെ കാണുന്നു, എത്രയോ സംഭവങ്ങൾ, ചരിത്രങ്ങൾ പഠിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രേമക്കുരുക്ക് സാത്താന്റെ കെണിയാണ്. അതിൽ പെടാതിരിക്കാൻ വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മക്കളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. വീണുപോയ മക്കളെ സുബോധത്തോടെ തിരിച്ചു വന്ന് കർത്താവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുറിവുണക്കപ്പെട്ട് പുതിയ അഭിഷേകം പ്രാപിച്ച് ജീവിക്കട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കും, വിശുദ്ധ ജീവിക്കും, അനുസരിക്കും, കർത്താവ് അനുഗ്രഹിക്കും, കൃപയിൽ ജോലി കിട്ടും, പഠിക്കും, അവർ വിജയം വരിക്കും, ദൈവം തരുന്ന ജീവിത പങ്കാളി സ്വീകരിക്കും. നല്ല കുടുംബങ്ങൾ, അതിൽ നിന്ന് നല്ല മക്കൾ തലമുറയുണ്ടാകും. പ്രാർത്ഥിക്കാം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഓരോരോ അപകടങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് അതിൽ വീഴാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കാനും, മക്കൾ വീഴാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനും, വീണുപോയ മക്കളെ മോചിപ്പിക്കാനൊക്കെ വേണ്ടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവെ, പ്രേമക്കുരുക്ക് ഞങ്ങളുടെ മക്കളെ, അനേക മക്കൾ നശിപ്പിച്ചു കളഞ്ഞ പൈശാചിക കെണിയാണ് കർത്താവെ. പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ ശ്രദ്ധിക്കാതെ ശ്രദ്ധ പതറിപ്പിച്ച് കളയുന്ന
കർത്താവെ, ഒരു പൈശാചിക കെണിയാണ് പ്രേമക്കുരുക്ക്. ചെറുപ്രായത്തിലെ പ്രേമത്തിൽ വീഴുന്ന മക്കള്, വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന മക്കള്, അതിന്റെ പേര് സമയം ചെലവഴിക്കുന്ന മക്കള്, ദീർഘമായ ഫോൺ വിളികള്, കർത്താവെ ഒത്തിരിയേറെ മെച്ചമായ സംസാരങ്ങള്, ഒത്തിരിയേറെ സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നു. കറങ്ങാമ്പോക്ക്, ജടിക പാപങ്ങള്, അതിന്റെ പേരിൽ എല്ലാം വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന മക്കള്, കർത്താവ് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അതിൽ പെട്ടുപോയ അനേക മക്കൾ ഡിപ്രഷനിലേക്ക് പോയി, പ്രേമക്കുരുക്കിൽപ്പെട്ട്, പിന്നെ അതിൽ നിന്ന് വഞ്ചിക്കപ്പെട്ട്, ചതിക്കപ്പെട്ട് ഒത്തിരിയേറെ വേദനിക്കുന്ന മക്കൾ, വെറുതെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന മക്കൾ, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, മരുന്ന് കഴിക്കേണ്ടി പോലും, ഡിപ്രഷന് മരുന്ന് പോലും കഴിക്കേണ്ടി വന്ന ഗതിപ്പെട്ട അവസ്ഥയിൽ പെട്ടുപോയ മക്കള്, എല്ലാ മക്കളും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പൊന്നു മക്കളെ സമർപ്പിക്കുന്ന കർത്താവെ, അതിനൊന്നും പെടാതെ വീഴാത്ത മക്കളെ അവിടുന്ന് സംരക്ഷിക്കണം. വീഴാതിരിക്കാൻ വേണ്ടി അപകടമായ അവസ്ഥയെ അവർക്ക് ബോധ്യപ്പെടുത്തി പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ അങ്ങ് കൊടുക്കണം. അങ്ങയുടെ പ്രകാശത്തിൽ കർത്താവ് ഞങ്ങളുടെ മക്കൾ കാണണം. വേണ്ടാത്ത ബന്ധങ്ങളിലേക്ക് പെട്ടുപോകരുത്. കെണിപ്പെട്ടാ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. പ്രേമക്കുരുക്കില് പെട്ടുപോയ അനേക മക്കളുടെ ഗതികെട്ട ദുരന്തങ്ങള്, നിസ്സഹായ അവസ്ഥകള് ഒത്തിരി കണ്ട അനുഭവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കളെ കെണി വീഴാതെ സംരക്ഷിക്കണം. വീണുപോയ മക്കളെ അങ്ങ് തന്നെ അതിൽ നിന്ന് പിടിച്ച് കരകയറ്റണം. അതിൽ മുറിവേറ്റ മക്കളുണ്ട്, അതിൽപ്പെട്ട് നിരാശപ്പെട്ടു പോയ മക്കളുണ്ട്, ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ചിരിക്കുന്ന മക്കളുണ്ട്. ഒരു പ്രേമ ബന്ധം തകർന്നുപോയി, അതിന്റെ പേരിൽ എല്ലാം നശിച്ചു എന്ന് കരുതി, നഷ്ടപ്പെട്ടു എന്ന് കരുതി ജീവിക്കുന്ന മക്കള് കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന, സ്വന്തം അപ്പനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടു പോകുന്ന മക്കളാണ് പ്രേമക്കുരുക്കിൽ ചെന്ന് പെട്ട പിന്നെ അപ്പൻ വേണ്ട, അമ്മ വേണ്ട, കുടുംബം വേണ്ട, ദൈവം വേണ്ട, ഉദാശ വേണ്ട. ഞങ്ങളുടെ മക്കളോട് കരുണ തോന്നണേ. നശിച്ചു പോകുന്ന മക്കളെയോട് ഞങ്ങൾ വേദനയോടെ നിങ്ങളുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണ തോന്നണമേ, ഇടപെടണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ നമ്മുടെ മക്കൾ വീഴാതിരിക്കട്ടെ, ഇതുപോലെ കെണിയിൽപ്പെടാതിരിക്കട്ടെ. പെട്ടുപോയ മക്കളെ രക്ഷപ്പെടുത്താൻ കർത്താവെ അങ്ങേക്കില്ലാതെ വേറെ ആർക്കുമേ കഴിയില്ല. അങ്ങയുടെ സ്നേഹം, അങ്ങയുടെ സൗഹൃദം, അങ്ങയുടെ കരുണ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പ്രാർത്ഥനയോടെ അതിനായിട്ട് കർത്താവിന്റെ കൃപയും അനുഗ്രഹവും ആശീർവാദത്തിലൂടെ സ്വീകരിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ വരങ്ങൾ ചൊരിഞ്ഞ് അങ്ങയുടെ കൃപകൾ വർഷിച്ച് ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തി പ്രകാശമുള്ള മക്കളായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, വേണ്ടാത്ത പ്രേമക്കുരുക്കിലും പൈശാചിക്കണിയിൽ ചെന്ന് പെടാതിരിക്കാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിച്ച ആശീർവാദം സ്വീകരിച്ച മക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സ്നേഹവും സംരക്ഷണവും സൗഹൃദവും എല്ലാം അങ്ങ് നൽകണം. മറ്റാരിലേക്ക് തിരിഞ്ഞു പോകാതെ എല്ലാ സമാധാനവും സൗഹൃദവും നൽകി സ്വർഗീയ കൂട്ടായ്മയിൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, സംതൃപ്തരാക്കണമേ. ആമേൻ.